അതിരപ്പിള്ളിയിൽ രണ്ടിടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലും 15-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിലെ പട്ടയും കരിക്കും ഭക്ഷിച്ചു മടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചത്. ജനവാസ മേഖലകളായ വെറ്റിലപ്പാറ 14-ലും 15-ലും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷിനാശം ഉണ്ടാക്കിയത്. തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചു. കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കർഷകന് നേരെ കാട്ടാന ആക്രമണം അഴിച്ചുവിടാനും ശ്രമിച്ചു. ഓടി മാറിയതിനാൽ ആണ് അപകടം ഒഴിവായതെന്ന് കർഷകൻ പറയുന്നു. കൃഷി നശിപ്പിച്ച ശേഷം കാട്ടാനകൾ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. ആനയെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെയും ആന തിരിഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 8:30-യോടെയാണ് കാട്ടാനകളെ കാടുകയറ്റാൻ കഴിഞ്ഞത്. അതേസമയം അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലും കാട്ടാന എത്തി. രാവിലെ 7:30-യോടെയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാൻ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തേക്ക് എത്തിയത്. സ്റ്റേഷൻ വളപ്പിൽ നിലയുറപ്പിച്ച ആന അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൽ നിന്നും പട്ടയും കരിക്കും ഭക്ഷിച്ചു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. അതിരപ്പിള്ളി വനമേഖലയിൽ നിന്നും ചാലക്കുടി പുഴ കടന്ന് ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന ആനക്കൂട്ടത്തെ തടയാൻ വനാതിർത്തിയിൽ വൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.